ചാലക്കുടി ടൗൺ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അഴീക്കോടൻ ദിനാചരണം സംഘടിപ്പിച്ചു. ചാലക്കുടി ടൗൺ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അഴീക്കോടൻ രാഘവന്റെ 52ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ VP ഷാജഹാൻ അധ്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, സഖാവ് അഴീക്കോടൻ രക്തസാക്ഷി ആയിട്ട് 52 വർഷം പിന്നിടുകയാണ്. നമുക്കറിയാം, അന്ന് ഐക്യമുന്നണിയുടെ കൺവീനറായിരുന്ന സഖാവ് അഴീക്കോടൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായിരുന്നു. തൃശ്ശൂരിലെ ഒരു പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയ അദ്ദേഹത്തെ ഇടതുപക്ഷ തീവ്രവാദികളും K കരുണാകരൻ്റെ ഗുണ്ടകളും ചേർന്ന് അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു സഖാവ് അഴീക്കോടൻ്റേത്. അഴീക്കോടൻ്റെ 52ാം രക്തസാക്ഷി ദിനമാണ് ഇന്ന് ആചരിക്കുന്നത്. ആവേശകരമായ ലോക വാർത്തകളുടെ നടുവിലാണ് ഇന്ന് ഈ അനുസ്മരണ ദിനം. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ ചെങ്കൊടി ഉയർന്നിരിക്കുന്നു. IMFും ലോകബാങ്കും ചവച്ചു തുപ്പിയ വംശീയകലാപങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ശ്രീലങ്കയിൽ അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതങ്ങൾക്ക് പരിഹാരമായി അവർ ചെങ്കൊടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മാർക്സിസം ലെനിസം അംഗീകരിക്കുന്ന ജനകീയ വിമോചന മുന്നണി അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രതീക്ഷയായി ഈ ചെങ്കൊടി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകബാങ്കും IMFും നവലിബറൽ നയങ്ങളും ചവച്ചുതുപ്പിയ ലോക ജനതയ്ക്ക് അവരുടെ ജീവിത ദുരിതങ്ങൾക്ക് പരിഹാരമാണ്. എല്ലാ വംശീയതയ്ക്കും വർഗീയതയ്ക്കും പരിഹാരമാണ് കമ്മ്യൂണിസം എന്ന വസന്തമായ ആശയം. അതിവിടെ അംഗീകരിക്കപ്പെടുന്നു എന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഖാവ് അഴീക്കോടൻ്റെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഭാവി പോരാട്ടങ്ങൾക്ക് നമുക്ക് കരുത്തു പകരും എന്ന് ഞാൻ മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.